ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതാ ഉച്ച മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം എന്നില്ല ഉച്ചക്കത്തെയുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ മീൻ മുറിച്ചിട്ട് കൈയിട്ട് ഉപ്പും മുളകെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഒരടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് ക്യാബേജ് തോരന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കുക്കർ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിയിട്ടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് നീരുള്ളി ഇട്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി എല്ലായിടത്തേക്കും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം അതിലേക്ക്. ഇപ്പുറത്തടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്, ഒരടുപ്പത്ത് ക്യാബേജ്, പിന്നെ മീൻ മുളക് പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാ ക്യാബേജ് മൂടി വെച്ച് കൊടുത്ത് പിന്നെ നമുക്ക് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. മീൻ ഞാൻ റവയിൽ ഒന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. റവ ഒന്ന് ചെറുതായി ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അതിലേക്ക് ഇപ്പോൾ കുറച്ച് റവ ചേർത്തിട്ട് ഒന്ന് കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മീൻ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ചോറ് ഞാൻ വറുത്തിട്ടുണ്ട്. ചോറ് തിളച്ചിട്ട് വറുത്തതിന് ശേഷമാണ് ഇപ്പോൾ മീൻ ഫ്രൈ ആക്കുന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തരണ്ടി മീൻ കിട്ടിയിട്ടുണ്ടായി, പച്ചത്തരണ്ടി, അതും കറി വെക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഫ്രൈ, ക്യാബേജ് തോരനും പിന്നെ പച്ചത്തരണ്ടി മുളകിട്ടതുമാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കറി. ഇതെല്ലാം മതിയാവും നല്ല പോലെ ചോറുണ്ണാൻ. അപ്പോൾ ക്യാബേജ് തോരൻ ഇവിടെ ഇതാ റെഡിയായി. മീൻ മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ മീൻ ഫ്രൈ ആക്കിയിട്ട് കഴിക്കുമ്പോൾ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ. അപ്പോൾ അപ്പുറത്തടുപ്പത്ത് ഞാൻ ക്യാബേജ് ആയതിനു ശേഷമാണ് മുളക് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായ. എണ്ണ കൂട്ടാതെ വെക്കുന്നൊരു മുളകാണ്. അപ്പോൾ മുളക് നല്ല പോലെ തിളച്ചിട്ട് ചെറുതായി കുറുകി വന്നിന്. പിന്നെ ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച തരണ്ടി മീൻ ഇട്ട് കൊടുക്കാം. തരണ്ടി മീൻ ഇട്ടെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റാവും. എണ്ണ ഒന്നും മസാല ഒന്നും മസാല ആക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. അങ്ങനത്തെ കറിയുമായി ചോറുമായി. അങ്ങനെ പിന്നെ ഇതൊരു ടിപ്പ് കാണിക്കുന്നു ഞാൻ. നമ്മൾ പാത്രം കവുന്ന ബേസിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാനത് ഒരു പാത്രം എടുത്തിന്. അതിന് നമുക്ക് അടിഭാഗത്തായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ മറ്റേ പപ്പടക്കോല് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തടുത്തായിട്ട് ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പാത്രം അവിടെ വെച്ച് കൊടുത്താൽ അതിൽ വേസ്റ്റൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകിയിട്ട് എടുത്താൽ വേസ്റ്റ് ഇതിൽ ബാക്കിയാവും. അപ്പോൾ നമ്മളെ ബേസ് വെള്ളം പോവാതെ കെട്ടി നിൽക്കില്ല. എല്ലാവരും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ്. അടുത്തടുത്തായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. നല്ല ഉപകാരമുള്ളൊരു ടിപ്പാണ്. നല്ല ചൂടായ കമ്പിയിൽ നമുക്ക് ഓട്ടയിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഓട്ട വീഴും. അപ്പോൾ ഞാനിത് അതിലേക്കൊരു ചെറിയൊരു നൂല് പോലത്തെ വള്ളി പോലത്തെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ പൈപ്പിലേക്ക് കെട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കെട്ടി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക്
വേസ്റ്റൊക്കെ തട്ടാം. എന്നിട്ട് പാത്രം കഴുകിയിട്ട് എടുത്താൽ പിന്നെ വേസ്റ്റൊക്കെ അതിൽ ബാക്കിയാവും. അപ്പോൾ നമ്മളെ ബേസും വെള്ളം നിൽക്കില്ല. എനിക്കങ്ങനെ ആവാറുണ്ട്. എല്ലാ കച്ചറ പോയിട്ട് അവിടെ കെണിയും, എന്നിട്ട് വെള്ളം പോവാതെ നിൽക്കും. അങ്ങനെ ഇട്ട് കൊടുത്താൽ വേസ്റ്റൊക്കെ അവിടെ നിൽക്കും. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് ചായൻ്റെ ചെണ്ടി ഉണ്ടാവുമല്ലോ, അതും അതിലേക്ക് തട്ടി കൊടുക്കണം. അപ്പോൾ അതെന്താവും, പാൽപ്പാട ഉണ്ടാവും. നമ്മൾ പാൽ ചായ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ അതിൽ പാൽപ്പാട ഉണ്ടാവും. പാൽപ്പാടയും പൈപ്പിനകത്ത് പോയിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ളൊരു വസ്തുവാണ്. അപ്പോൾ അതും അതുപോലെ ചെയ്താൽ അതിൻ്റെ ചണ്ടി പാൽപ്പാടയൊക്കെ ഇതിൽ കെട്ടി നിൽക്കും. പിന്നെ ചായപ്പൊടിയൊക്കെ അടിയിൽ കൂടിയിട്ട് പോയി കിട്ടും. അപ്പോൾ അതും നല്ലൊരു ഉപകാരമുള്ളൊരു മെത്തേഡാണ്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഗീ കുക്കിയും ബട്ടർ കുക്കി, 2 സൈസ് കുക്കിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഗീ കുക്കി ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഇതാ 250 ml ഒരു ബോട്ടിൽ ഗീ എടുത്തിട്ടുണ്ട്, നെയ്യ് എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് ബീട്ടാക്കിയിട്ട് എടുത്ത്, പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത്, എന്നിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ മധുരമാണ് ഞാൻ ഇട്ടത്. നല്ല മധുരം വേണ്ട ആൾക്ക് കൂട്ടിയിട്ട് ഇടാം. ഞാൻ ചെറിയ മധുരം ഇടുന്നില്ല. പിന്നെ ഇത് 1/4 കപ്പിൻ്റെ കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 കപ്പ് ഇട്ട് കൊടുത്ത് അത് മിക്സ് ആക്കിയതിന് ശേഷം 2ാമത്തെ കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 250 ml ഗീക്ക് 1/2 കപ്പ് 250 ml 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തത്. അത് ചെറിയ കപ്പായതുകൊണ്ട് 2 പ്രാവശ്യം ഇട്ട് കൊടുത്ത്. ഇനി നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നല്ല ബോൾസ് ആവുന്ന രൂപത്തിൽ അതിനെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഇതാ ഞാനൊരു പാത്രം എടുത്തതിന്, അടികട്ടിയുള്ളൊരു പാത്രം എടുത്തതിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും. നെയ്യ് തേച്ച് കൊടുക്കുന്നത് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. നല്ല മണവും ഉണ്ടാവും നെയ്യ് തേച്ച് കൊടുത്താൽ. അപ്പോൾ നമുക്ക് ചെറിയതാക്കിയിട്ട് വെക്കാം. അത് ചെറുതാക്കി വെച്ചിട്ട് തന്നെ നല്ല വലുതായി വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയതാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, അതിന് ബീറ്ററൊന്നും വേണമെന്നില്ല. ഫോർക്കിൽ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ബീറ്റാക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് ദൂരമായിട്ട് വെച്ച് കൊടുക്കണം, അടുത്തടുത്ത് വെച്ച് കൊടുക്കാൻ കഴിയാം. അപ്പോൾ അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ രണ്ടും ടച്ചായി പോകും. അതിന് വേണ്ടിയിട്ട് കുറച്ച് അകലം പാലിച്ച് തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെ ആ പാത്രത്തിൽ സ്ഥലമില്ല, അതുകൊണ്ട് ഞാനിതാ വേറൊരു പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 പാത്രത്തിലായിട്ട് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓവൻ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റാണ് സമയം വെച്ച് കൊടുത്തതിന് 180 ഡിഗ്രിയിൽ. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് താനേ ഓഫാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അത് ചൂടോടെ എടുക്കാൻ പറ്റില്ല, കുറച്ച് തണുത്തതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ചൂടോടെ എടുക്കുമ്പോൾ അത് നല്ല ഉറപ്പായിട്ടുണ്ടാവില്ല, ബിസ്ക്കറ്റിൻ്റെ ഉറപ്പ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ അതിന് നല്ല കുറച്ച് ഗട്ടിയെല്ലാമായിട്ട് വന്നിന്, നല്ല സോഫ്റ്റായിട്ട്, നല്ല ഒരു പേട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റായിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഴിക്കാനായിട്ട്. പിന്നെ ഇതാ ബട്ടറിൽ ഉണ്ടാക്കുന്നത് ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, കുറച്ചായിട്ടേ കാണിക്കുന്നത്. ഇതും അതേപോലെ 250 ml ബട്ടറാണ്. അതിലേക്ക് ഇതാ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ബീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്.
ബീറ്റർ തന്നെ വേണമെന്നില്ല. അതേപോലെ 1/2 കപ്പ് മൈദ ഇട്ടിട്ട് ഞാനിതാ ട്രെയിലാണ് വെച്ച് കൊടുക്കുന്നത്. ട്രെയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൽ ട്രൈക്ക് നെയ്യ് തടവി കൊടുത്തിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേഷൻ പണിയെടുക്കുന്നുണ്ട്. നമ്മളെ ഫോർക്ക് കൊണ്ടൊന്ന് ഇതുപോലെ വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ബട്ടറൊക്കെ മണത്തിട്ട്. പിന്നെ ഞാൻ 2-3 എണ്ണത്തിന് അങ്ങനെ ഫോർക്കിൽ വരയിട്ട് കൊടുത്ത്. പിന്നെ ഞാനിതാ ഹാപ്പി ബിസ്ക്കറ്റ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മേലെ ചിത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓവൻ തന്നെ വേണമെന്നില്ല. നമുക്ക് പിന്നെ ഒരു അടികട്ടിയുള്ള ഫ്രൈ പാൻ ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ബേക്കാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതും അതേപോലെ ഞാൻ 20 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് 150 ഡിഗ്രിയിൽ. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് നല്ലപോലെ പൊങ്ങി വന്നിന്, വലുതായി വന്നിന്, നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.